ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം, ബുധനാഴ്ച. നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ്. യേശു പറയുന്നു, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. എപ്പോഴാണ് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ നുഖങ്ങളും കുറയുന്നതും ഇല്ലാതായി മാറുന്നതും അതിനു പകരം സന്തോഷം ലഭിക്കുന്നതും? അത് യഥാർത്ഥമായ സ്നേഹം എവിടെ നിന്ന് ലഭിക്കുന്നുവോ ആ സ്നേഹത്തിൽ നാം പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ഭാരവും നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം സന്തോഷമായി മാറുന്നത്. യേശു സ്നേഹമാണ് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ആഗമനകാലത്തിൽ ഈശോയുടെ ജനനത്തിരുനാളിന് നാം ഒരുങ്ങുമ്പോൾ നൽകുന്ന വലിയ സന്ദേശം അതുതന്നെയാണ്. യേശു സ്നേഹമാണ്. യേശു സ്നേഹമായി നമ്മോട് കൂടെ ജനിക്കുവാൻ ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ ആഗമനകാലം. അതിനുവേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഗമനകാലത്തിൽ നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരേണ്ട പ്രാർത്ഥനയാണ്, യേശുവേ, യഥാർത്ഥ സ്നേഹമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വന്നു ജനിക്കണമേ. അപ്പോൾ സ്നേഹമാകുന്ന ഈശോയുടെ അടുക്കൽ നാം ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും, ആനന്ദം ലഭിക്കും. എപ്പോഴാണ് നമുക്ക് ഭാരങ്ങൾ ഉണ്ടാകുന്നത്? സത്യം തിരിച്ചറിയാതെ പോകുമ്പോൾ, സത്യം മറച്ചു വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഉണ്ടാകുന്നത്. സത്യത്തെ മുറുകെ പിടിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. സത്യത്തെ മറച്ചു വെക്കാതെ സത്യമായ ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. സത്യം പറഞ്ഞുകൊണ്ട്, സത്യം സംസാരിച്ചുകൊണ്ട്, പ്രഘോഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഭാരങ്ങളില്ലാത്ത മനുഷ്യരായി നമുക്ക് ജീവിക്കാം. യേശുവിൻ്റെ അടുക്കലായിരുന്നു കൊണ്ട്, ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ഈശോ തന്നെയാണ് സ്നേഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ ആഗമനകാലം യഥാർത്ഥമായ സ്നേഹത്തെ കണ്ടെത്തുവാൻ, യഥാർത്ഥ സ്നേഹമായ ഈശോയെ കണ്ടെത്തുവാനും, ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്ന ഒരു ഹൃദയത്തെ രൂപപ്പെടുത്തുവാനും, സത്യം പറയുന്ന മനുഷ്യരായി, ഭാരങ്ങളില്ലാത്ത മനുഷ്യരായി നമുക്ക് ജീവിക്കാം. അങ്ങനെ സത്യത്തെ മറച്ചു വയ്ക്കാതെ സത്യം പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.